ഹാപ്പനിങ് അവേഴ്സ് വിശദമായി ആരംഭിക്കുകയാണ്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടി വിൻസി അലൂഷ്യസ്. സൂത്രവാക്യം സെറ്റിലെ സംഭവത്തിൽ ഫിലിം ചേംബറിലും ICCക്കും പരാതി നൽകിയിരിക്കുകയാണ് നടിയുടെ പരാതിയിൽ AMMA സംഘടന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അതേസമയം വിൻസി അലൂഷ്യസിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് എക്സൈസിന്റെ സംഘം. വിൻസി അലൂഷ്യസിന്റെ ആത്മധൈര്യത്തെ WCC പ്രശംസിച്ചു. ഇന്ന് പുലർച്ചെ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി എന്ന വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇപ്പോൾ നടി വിൻസി അലൂഷ്യസ് ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താന 2 നടന്മാർക്ക് സ്ഥിരമായി ലഹരി നൽകാറുണ്ടായിരുന്നു. ഈ നടന്മാർക്കുൾപ്പെടെ ഈ ലഹരി കൈമാറ്റം ചെയ്യുന്നുണ്ട്, അവർക്കൊപ്പം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിധത്തിൽ മൊഴി നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഒരാൾ ഷൈൻ ടോം ചാക്കോയായിരുന്നു, മറ്റൊരാൾ ശ്രീനാഥ് ഭാസി എന്നാണ് ആ മൊഴിയിൽ പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്ന പ്രതികരണമാണ് അന്ന് ഷൈൻ ടോം ചാക്കോ നൽകിയത്. സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം തത്സമയം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സഹിൻ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആവർത്തിച്ച് കേൾക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ. നമ്മൾ ഈ തത്സമയം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഷൈനോട് വനിതാ വിനീത തിയേറ്ററിൽ വെച്ച് സഹിൻ ആന്റണി തന്നെ ചോദിക്കുമ്പോൾ അത് ചോദിച്ചവരോട് പറയുമെന്നാണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്ന് ഷൈൻ ടോം ചാക്കോ സഹിനോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു നടി തന്നെ പറയുകയാണ്. ആ നടി പറഞ്ഞിരിക്കുന്നത് അഭിനയത്തിനിടെ മോശം പെരുമാറ്റമുണ്ടായി, ലഹരി പുറത്തേക്ക് തുപ്പി, വെളുത്ത പൊടി പുറത്തേക്ക് തുപ്പി എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. അത് ഷൈനാണെന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ രാത്രി ഷൈൻ എക്സൈസിനെ കണ്ട് ഇറങ്ങി ഓടുകയാണ്. ഷൈനെതിരെ കടുത്ത നിയമ നടപടികൾ ആവശ്യമായ ഒരു സമയമാണ്. തീർച്ചയായിട്ടും എക്സൈസ് അല്ല, ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടാണ് ഇന്നലെ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത്. എറണാകുളം നോർത്തിലെ ഒരു ഹോട്ടലിൽ നിന്നുമായിരുന്നു ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടത്. വിൻസി അലൂഷ്യസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തന്നെ ഒരു നടൻ, അതും സിനിമയിലെ മുതിർന്ന നടൻ തന്നോട് ഒരു നായക നടൻ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു, ലഹരി ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ആ നടൻ ആരെന്ന് പറയാൻ വിൻസി ഇന്നലെ തയ്യാറല്ലായിരുന്നു. പക്ഷേ അവർ ഫിലിം ചേംബറിലും ഒപ്പം തന്നെ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായത്. ആ സിനിമയുടെ ICCക്കും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകി. നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് അവർ തുറന്നു പറഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മയിലും അന്വേഷണം ആരംഭിച്ചു. അമ്മ താരസംഘടനയിൽ വിനു മോഹൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. കൂടാതെ കൊച്ചിയിൽ മുൻപ് 5 സ്ത്രീകളോടൊപ്പം കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോ പിടിയിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കേസ് പിന്നീട് കോടതി വെറുതെ വിടുകയായിരുന്നു. ഷൈനെ മതിയായ തെളിവുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണവും വിധിയും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചെന്ന് ഒരു നടി തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിനിലെ, ഇതിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ആവർത്തിച്ച് ഈ വിധത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ ആരോപണ വിധേയനാവുകയാണ്. പക്ഷെ കൃത്യമായ നടപടികളിലേക്ക് പോകുന്നില്ല. നിയമപരമായ പല നൂലാമാലകളുമുണ്ട്. ഇതിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ മാതൃകാപരമായ നടപടി സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ വരേണ്ടതാണ്. പ്രത്യേകിച്ച് ആവർത്തിച്ച ഒരു വ്യക്തിക്കെതിരെ തന്നെ ഈ വിധത്തിലുള്ള ആരോപണം ഉയരുകയാണല്ലോ. ഇന്നലെ ഇപ്പോൾ സഹിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എക്സൈസ് അല്ല, ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെ ഷൈൻ തന്നെ ഇറങ്ങി ഓടുകയാണ്. എവിടെയാണ് ഷൈനിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുക? ഷൈൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിൽ ഇത് കെട്ടി ഒതുക്കുന്നില്ല. ലഹരി എന്ന് പറയുന്നത് വ്യാപകമായ ഒരു വിപത്താണ്. എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാനാവുക? കൃത്യമായ മറുപടികൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടോ സഹിൻ? കൃത്യമായ ഒരു മറുപടി സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ബില്ല് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം മുൻപ് മുതലേ ഉണ്ടായിരുന്നു. മാത്രമല്ല പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ബോധം കെട്ട ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയായിരുന്നു ഷൈൻ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ അതൊരു ആരോപണമായി നിലനിന്നിരുന്നു.
ഇപ്പോൾ ഇന്നലെ ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നു. മറ്റൊന്ന് പോലീസ് ഇത്തരത്തിൽ സഹിൻ ദയവായി തുടരുക. ഇപ്പോൾ നിർമ്മാതാവ് സജി നന്ദ്യാട്ട് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ സജി നന്ദ്യാട്ട്, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു നടനെതിരെ ആവർത്തിച്ച് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു നടി തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. എന്നിട്ടും ആ നടൻ നമ്മുടെ മുഖ്യധാരയിൽ സമൂഹത്തിന് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സിനിമാ സംഘടനകൾക്ക് കാര്യമായ ഉത്തരവാദിത്തമില്ലേ സജി നന്ദ്യാട്ട്? ഉണ്ട്, സംഘടനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. വിൻസിയോട് ഇന്നലെ ഞാൻ ചേംബറിൽ നിന്ന് ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം വിൻസി എങ്ങനെയാ പരാതി നൽകാൻ തയ്യാറായത്? വിൻസി രാവിലെ ഞാൻ പല പ്രാവശ്യം വിളിച്ച് വിൻസിയോട് 6-7 പ്രാവശ്യം ഞാനും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം വിളിച്ചതിന് ശേഷമാണ് പരാതി നൽകിയത്. പരാതി ഫിലിം ക്യാമ്പിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കും. തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെയും ചെയർമാനും നിർദ്ദേശപ്രകാരം ഞാൻ ഇപ്പോൾ അടിയന്തര യോഗം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 3 മണിക്ക് ചേംബർ ഹാളിൽ വെച്ച് ആ യോഗത്തിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഞങ്ങൾ സ്വീകരിക്കും. യാതൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച ഇപ്രാവശ്യം ഉണ്ടാകുന്നില്ല. സജി നന്ദ്യാട്ട്, ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിലെ ലൈംഗിക അതിക്രമങ്ങളിൽ മാത്രം ആ റിപ്പോർട്ടിന്റെ പരിസരം ഒതുങ്ങിപ്പോയിരുന്നു. പക്ഷേ അതിൽ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗമായിരുന്നു. ഇത് വർഷങ്ങളായി നമ്മളിങ്ങനെ കേൾക്കുകയാണ്. നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു, പക്ഷെ ഉണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, നടപടി ഞങ്ങളെല്ലാം എപ്പോഴും ലഹരിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളല്ലോ. ഞങ്ങളുടെ പോലീസ് അതോറിറ്റി സെക്രട്ടറി പറഞ്ഞില്ല, പോലീസ് കയറി പരിശോധിക്കണം, നിയമം കൈയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ കയറി പരിശോധിക്കണം, എക്സൈസ് കയറി പരിശോധിക്കണം, ഇവരെ എല്ലാം നിയമത്തിൽ ഒന്ന് കൊണ്ടുവരണം, ശക്തമായ നടപടി എടുക്കാം. ഞങ്ങളെ വിടുകയല്ല, ഇപ്രാവശ്യം വിടുകയല്ല, നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഈ കാര്യത്തിൽ വിൻസിയോട് പരാതി എഴുതി വാങ്ങേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വിൻസിയോട് നിങ്ങൾ ചോദിക്കൂ. ഞാനിന്നലെ എത്ര പ്രാവശ്യം ഞാനും ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാരും വിളിച്ച് സംസാരിച്ച അടിസ്ഥാനത്താണ് വിൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് താല്പര്യം ഞങ്ങൾ ചെയ്യുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ്. ഇത് വെച്ച് പറ്റിയത് കുറെ നാളായി തുടങ്ങിയിട്ട്. സജി നന്ദ്യാട്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ നടപടിയെടുക്കുമെന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നടപടിക്ക് അപ്പുറത്തേക്ക് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഇതിൽ ഈ അഭിനേതാക്കളുടെ സംഘടന ഉൾപ്പെടെ ഈ വിധത്തിൽ മൂടിപ്പൊതിഞ്ഞ് വെക്കുന്നത് കൊണ്ടാണോ, ഇത്തരം കാര്യങ്ങൾ മൂടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതുകൊണ്ടാണോ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അല്ല, അതാണ്, അത് മനുഷ്യന്റെ മാനസികാവസ്ഥ മാറണം. മനുഷ്യരെല്ലാം ഒരുപാട് ചിന്തിക്കുന്നവരല്ല. കാരണം അതെല്ലാം കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം ഇതിപ്പോ ഉപയോഗിക്കുന്നവരോട് നമ്മൾ പറഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുമോ? നമുക്കത് പൊതുശല്യമായി മാറുന്നു, നമ്മളെ അത് ബാധിക്കുന്നതുകൊണ്ടല്ലേ. നമ്മൾ തീർച്ചയായും ഇതിനെതിരാണ്. നമ്മൾ സാമൂഹികമായ ഒരു വലിയ വിപത്ത് തന്നെ ഇത്. ഞങ്ങളെല്ലാം ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായും ഇത് ഞങ്ങൾ ശക്തമായ നടപടി എടുക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, നിയമം കൈനിറക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണ്, നമ്മുടെ ജുഡീഷ്യറിയാണ്, എക്സിക്യൂട്ടീവാണ്, ലെജിസ്ലേച്ചറാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായ തീരുമാനം എടുക്കാനാണ് വരുന്നത്. സംഘടനാപരമായ തീരുമാനം എടുത്തിരിക്കും. ഒരു സംശയം ഇപ്രാവശ്യം വേണ്ട. ഈ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരെ, അല്ലെങ്കിൽ നടന്മാരോ നടിമാരോ അതാരായാലും, അവരെ പൂർണ്ണമായി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഫിലിം ചേംബറിനുണ്ടോ? ഇതാ പറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെ പരാതി ലഭിച്ചാൽ അവരെ സിനിമയിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. അവർ എന്ന് നന്നാകുന്നു, അതായത് എന്ന് ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു വരുന്ന എന്നാണോ നല്ലതാണ്. അന്ന് വരെ അവരൊരിക്കലും ഞങ്ങൾ വിലക്കല്ല, ഞങ്ങൾ സഹകരിക്കില്ല. കാരണം ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ ആര് നിയമപരമായ പരാതി ലഭിച്ചാൽ അതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സർക്കാർ ചേംബറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശക്തമായി ഞങ്ങൾ നിങ്ങൾ നോക്കൂ, 3 വർഷമായിട്ട് എത്ര പരാതി വന്നു? 1-2 പരാതികളാണ്. ബാക്കി മാക്സിമം ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ലൊക്കേഷണൽ യൂണിറ്റിലും ഞങ്ങൾ IC രൂപീകരിച്ചിട്ടുണ്ട്. അറിയാമോ? ഇതിലുണ്ട് 5 പേരാണ്, അതായത് 3 സ്ത്രീകളുണ്ട്. അതിൽ വിൻസിക്ക് ഒരു പരാതിയില്ല. പുള്ളിക്കാരി പറയാൻ ശ്രദ്ധിച്ചായിരുന്നോ? ഈ IC എന്ന് പറയുന്നത് വളരെ ശക്തമായി പുള്ളിക്കാരുടെ കൂടെ നിന്നു. ICC എന്ന് പറയുക ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ആണല്ലോ. അതിന്റെ പ്രവർത്തനം പൂർണ്ണാർത്ഥത്തിൽ അത് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ? ഉറപ്പല്ലേ? ഏതിലാണ് അനുഭവം കൊടുക്കാത്തത്? എല്ലാ സിനിമാ ലൊക്കേഷനിലും IC ഉണ്ട് കേട്ടോ. IC വെച്ച് നോക്കൂ, എല്ലായിടത്തും. ഇതിലുണ്ട് 5 പേരുണ്ട്. ഈ 5 പേരിൽ 3 സ്ത്രീകളാണ്. അതിൽ സായുജി എന്ന് പറഞ്ഞ ലേഡിയാണ്. പറഞ്ഞോളൂ. ഓക്കെ, അദ്ദേഹവുമായുള്ള ടെലിഫോൺ ലൈനിൽ സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും. ഈ വിധത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഫിലിം ചേംബറിന്റെ പ്രതിനിധി എന്ന നിലയിൽ സജി നന്ദ്യാട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നേരത്തെയും പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു, അതൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹിൻ ആന്റണി നമുക്കൊപ്പം തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇന്നലത്തെ ഈ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? കാരണം നമുക്ക് കൂടുതൽ ആഴത്തിൽ ഈ വിഷയങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ
മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു. പിന്നീട് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു, പക്ഷേ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നിടത്ത് തീരുകയാണല്ലോ. ഇന്നലെ ഏത് ഹോട്ടലിൽ വെച്ചാണ് ഈ പരിശോധന, ഡാൻസ് ഓഫിന്റെ പരിശോധന ഉണ്ടായത്? എങ്ങനെയാണ് ഷൈൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇന്നലെ രാത്രി 10:30 ഡാൻസ് ഓഫിൻ്റെ പരിശോധന എറണാകുളം വേദാന്ത ഹോട്ടലിൽ നടന്നത്. ഇപ്പോൾ പോലീസ് അവിടെ പരിശോധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. കൂടാതെ പോലീസ് ഓഫീസർ പ്രതികരിച്ചിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇന്നലെ നടത്തിയത്. പക്ഷേ ഇത് പോലീസിനെ കണ്ടതോടുകൂടി ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും. ഇന്ന് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ മുറിയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്നുള്ളത് പോലീസ് അറിയേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നേരത്തെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിന് വലിയ പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു പോലീസ് ഇന്നലെ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയത്. ആ ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ ഉദ്യോഗസ്ഥരെ കണ്ടതോടുകൂടി 303 എന്ന് പറയുന്ന മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഒടുവിൽ റിസപ്ഷനിലെ ക്യാമറയിലാണ് ഷൈൻ ടോം ചാക്കോ പതിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ പോലീസുകാർ തന്നെ നമ്മൾക്ക് മാധ്യമപ്രവർത്തകർക്ക് എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ, സഹിൻ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുകയാണ്. CCTV ദൃശ്യങ്ങളാണ്. ഒരു ഹോട്ടലിലെ ലോബിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് സഹിൻ ആന്റണി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങൾ വേദാന്ത ഹോട്ടലിലെ ദൃശ്യങ്ങളാണ്. ഒരു ലോബിയിൽ കൂടി ഇറങ്ങി ഓടുകയാണ്. അതായത് ഡാൻസ് ഓഫ് ടീമിനെ കണ്ടപ്പോൾ നേരെ ഇറങ്ങി ഓടുകയായിരുന്നോ സഹിൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. നേരെ ഇറങ്ങി ഓടുകയായിരുന്നു. ഡാൻസ് ഓഫ് ടീമിനെ കണ്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ മുറിയിൽ കയറി പരിശോധന നടത്താൻ പോലീസിന് പറ്റില്ലായിരുന്നു. പക്ഷേ 10:30 പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ചില അനുമതികൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു ഡാൻസ് ഓഫ് ടീമിന്. പ്രത്യേകിച്ചും ആ അനുമതികളെല്ലാം ലഭിച്ച ശേഷമാണ് ഈ സംഘം പരിശോധനയ്ക്ക് ഇറങ്ങിയത്. എന്തായാലും ഡാൻസ് ഓഫ് ടീം മുറിയിൽ മുട്ടി വിളിച്ചതോടുകൂടി പോലീസാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു. സാധാരണ സിനിമകൾക്കൊക്കെ വരുമ്പോൾ ഷൈൻ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ആ അഭ്യാസം ഇന്നലെ പോലീസിൻ്റെ അടുത്തും തുടർന്നു എന്നുള്ളതാണ്. എന്തായാലും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി. പിന്നീട് ഷൈൻ ടോം ചാക്കോ അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് പരിശോധന നടത്തി അയാളുടെ സാന്നിധ്യമില്ലാതെ അയാളുടെ മുറിയിൽ കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റെന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നു വരാമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആ മുറി പൂട്ടി പോലീസ് നിൽക്കുകയാണ്. കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം പരിശോധനകൾ നടക്കുക. അല്പനേരം മുൻപ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക. ആ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് മലയാളത്തിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളിൽ ഉള്ളത്, ആ ദൃശ്യം നമുക്കൊന്ന് ഒരു ഫുൾ വിൻഡോയിൽ ഇട്ട് ഒന്നുകൂടെ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. വേദാന്ത ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം, അതായത് കമ്മീഷണറുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമാണ്, ലഹരി വിരുദ്ധ സ്ക്വാഡാണ്. ആ ലഹരി വിരുദ്ധ സ്ക്വാഡ് വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി അവിടെ എത്തിയതാണ്. ഷൈനെതിരെ മുൻപും പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിരുന്നത്. പക്ഷേ അവർക്ക് മുറി പരിശോധിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് വേദാന്ത ഹോട്ടലിൻ്റെ ലോബിയിലൂടെ, റിസപ്ഷനിലൂടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ സമൂഹമെല്ലാം തന്നെ വലിയ രീതിയിൽ വെച്ച് ആരാധിക്കുന്ന ഒരു നടൻ യഥാർത്ഥത്തിൽ ലഹരിക്ക് അടിമയായി നിൽക്കുന്നു എന്നുള്ള ആരോപണം കാലങ്ങളായി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുക. അയാൾക്ക് സ്വൈരവിഹാരം നടത്താൻ സാധിക്കുക, ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കുക, അഭിമുഖങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള പ്രമോഷനായി മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കുക. ഒടുവിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അത് പരാതിയായി നൽകാൻ വേണ്ടി ഒരു യുവനടി തയ്യാറാവുകയാണ്. അതിനെ തുടർന്ന് ഒരു പരിശോധന നടക്കുമ്പോൾ പോലീസിന് മുന്നിൽ ഇറങ്ങി ഓടുന്ന ഷൈൻ ടോം ചാക്കോയെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം വർഷങ്ങൾക്ക് മുൻപേ ഉയർന്നിട്ടുള്ള പരാതിയാണ്. മദ്യം പിന്നീട് കഞ്ചാവിലേക്കും, കഞ്ചാവ് പിന്നീട് ഗുരുതരമായ ലഹരിയിലേക്കും ഉൾപ്പെടെ പോവുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയാണ്.
ഇപ്പോൾ വേദാന്ത ഹോട്ടലിൽ പോലീസ് നേരത്തെ പരിശോധന നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഒരു സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ഈ ഹോട്ടലിന്റെ ലോബിയിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന ആ CCTV ദൃശ്യങ്ങൾ പകർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ പരിശോധന അവിടെ നടക്കുകയും ചെയ്തിരുന്നു. പ്രതികരണത്തിലേക്ക് ഷൈൻ ടോമിന്റെ അങ്ങനെ ഒരു പരിശോധന നടന്നതായിട്ട് അറിവിൽ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ വന്നത് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ എന്തോ പിടിച്ചു, അപ്പോൾ അതൊന്ന് എന്തെങ്കിലും കാര്യം ഗൗരവം ഉണ്ടോ എന്ന് ഇല്ലില്ല. പരിശോധനകൾ സിറ്റിയിൽ മൊത്തം നടക്കുന്നുണ്ട്, അതിനെയും തുടരും. ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിവായിട്ടില്ല, അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടില്ല, അറിയില്ല അതിനെക്കുറിച്ചൊക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്ന വിധത്തിലൊരു പ്രതികരണമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പോലീസ് വേദാന്ത ഹോട്ടലിൽ എത്തുകയും ചെയ്തിരുന്നു. ഇറങ്ങി ഓടുന്നത് ഷൈൻ ടോം ചാക്കോയാണെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ലഹരി പരിശോധന ഇന്നലെ രാത്രി 10:30 കൂടിയാണ് കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നടന്നത്. ഡാൻസ് ഓഫ് ടീമാണ് ലഹരി പരിശോധനയ്ക്ക് നേതൃത്വത്തിന് നൽകി എത്തിയത്. പക്ഷേ അവർക്ക് മുറികൾ പരിശോധിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ആ അനുമതി ലഭിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ മാറ്റർ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് എന്നുള്ളതാണ്. ഇപ്പോൾ വിൻസി അലൂഷ്യസ് എന്ന് പറയുന്ന നടി ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റിക്ക് ICCക്ക് പരാതിപ്പെട്ടിരിക്കുകയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും കർശനമായ നടപടി ഉണ്ടാകും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്നുള്ളതാണ് ഇപ്പോൾ ഫിലിം ചേംബർ അറിയിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ വിധത്തിൽ ലഹരി ഉപയോഗിച്ച് അഭിനയിക്കുന്ന നടന്മാർ, നടിമാർ, താരങ്ങൾ ഒരു കാരണവശാലും സിനിമാ പ്രവർത്തകരെ സിനിമയുമായി സഹകരിപ്പിക്കില്ല എന്ന വിധത്തിലുള്ള പ്രതികരണം ഫിലിം ചേംബറിന്റെ പ്രതിനിധി സജി നന്ദ്യാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ അർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത്. കാരണം നാളുകളായി ഈ വിധത്തിലുള്ള പ്രതികരണങ്ങൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, എക്സൈസിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു നടപടിയിലേക്ക്, മാതൃകാപരമായ നടപടികളിലേക്ക് ഈ കാര്യങ്ങളൊന്നും എത്തിയില്ല എന്നിടത്താണ് വീണ്ടും 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 ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയാണ് താൻ ആരോപണം ഉന്നയിച്ച ആ നടൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി വിൻസി അലൂഷ്യസ്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടി വിൻസി അലൂഷ്യസ്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലെ സംഭവത്തിലാണ് നടൻ വെള്ളപ്പൊടി, അഭിനയത്തിനിടെ വെള്ളപ്പൊടി ഊതി, വായിൽ കൂടി വെള്ളപ്പൊടി വന്നു. ഒപ്പം തന്നെ അപമര്യാദയായ രീതിയിൽ പെരുമാറി, ബുദ്ധിമുട്ടുണ്ടായി നടന്റെ പെരുമാറ്റത്തിൽ എന്നുള്ളതാണ് വിൻസി അലൂഷ്യസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. സഹിൻ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആവർത്തിച്ച് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ആവർത്തിക്കുന്ന സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നിടത്താണ് ഇത്തരം ഇടപെടലുകളിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഷൈൻ ഇപ്പോൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഷൈൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പോലീസോ എക്സൈസോ ഈ വിൻസി അലൂഷ്യസിനെ വിളിച്ച് അവരിലേക്ക് നിയമപരമായ മറ്റു തരങ്ങളിലേക്ക് പരാതി എഴുതി വാങ്ങാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? ആ വിധത്തിൽ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് സഹിൻ? എന്തായാലും വിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത ഒരു രീതിയിലേക്കാണ് ഇന്നലെ രാത്രി ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത്. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളോടൊപ്പം തന്നെ മറുഭാഗത്ത് പോലീസ് പരിശോധന നടത്തുന്ന, ഹോട്ടലിൽ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി കാണിക്കേണ്ടതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. എന്തായാലും നേരത്തെ ബില്ല് സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം നടി വിൻസി അലോഷ്യസ് പറഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെ പരാതിയും നൽകിയിരിക്കുന്നു ICCക്കും ഒപ്പം തന്നെ പോലീസിനും എല്ലാം തന്നെ ഈ പരാതി ലഭിച്ചിരിക്കുകയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്വാഭാവികമായും കേസ് തുടങ്ങിയ നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടതായി വരും, FIR രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. മാത്രമല്ല ഇന്നലെ ഡാൻസ് ഓഫ് പരിശോധന നടത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയും ചെയ്തു. അതായത് ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതായുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുൻപ് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ കൊച്ചിയിൽ കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോ പിടിയിലായിരുന്നു.
എന്നാൽ ആ കേസ് 2 മാസം മുൻപ് ആ കേസിൽ നിന്നും ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായി. പക്ഷേ തൊട്ടു പിന്നാലെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതികൾ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ പറഞ്ഞു. അതിന് പിന്നാലെ വിൻസി അലോഷ്യസ് 3 ആഴ്ചയ്ക്ക് ശേഷം 2 ദിവസം മുൻപ് വിൻസി അലോഷ്യസ് ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നു. ഒരു നടൻ മോശമായി പെരുമാറിയെന്ന് പറയുന്നു. വെള്ളപ്പൊടി സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് തുപ്പുന്നു എന്ന് പറയുന്നു. അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നോട് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് വിൻസി അലോഷ്യസ് പരാതിയും നൽകിയിട്ടുണ്ട്. സൂത്രവാക്യം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിൻസിക്ക് ഇത്തരത്തിലുള്ള ഒരു മാനഹാനി നേരിടേണ്ടി വന്നത്. അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കുന്ന രീതിയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ പെരുമാറിയത്. വിനിൽ, ഓക്കെ, സഹിൻ ആന്റണിയാണ് വളരെ വിശദമായ വിവരങ്ങളും നിർണായകമായ ദൃശ്യങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. വിൻസിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ എക്സൈസും പോലീസും തയ്യാറാവുകയാണ്, നിയമപരമായ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുകയാണ്. ഇന്നലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈൻ എവിടെ വരെ ഓടി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിനിടയിൽ ഒരു കൗതുകം കൂടി, ഒരുപക്ഷെ അതൊരു തന്ത്രമായിരിക്കാം പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. വിൻസി അലൂഷ്യസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്ന ആ വെളിപ്പെടുത്തൽ, അത് ഷൈൻ ടോം ചാക്കോ തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിൻസിയുടെ വാക്കുകൾ ഒരു മാധ്യമ സ്ഥാപനം കാർഡായി അടിച്ചത് അത് ഷൈൻ ടോം ചാക്കോയെ കൂടി ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ച കൂടി കാണുകയുണ്ടായിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ആ നടൻ എന്നുള്ളത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിൻസി അലൂഷ്യസ്. ഫിലിം ചേംബറിലും ICCക്കും പരാതി നൽകിയിരിക്കുകയാണ് നടി വിൻസി അലൂഷ്യസ്. ആ നടൻ ഷൈനാണ് എന്ന് ആവർത്തിക്കുകയാണ് വിൻസി അലൂഷ്യസ്.